ഉപ്പയെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് അടുത്ത് വന്നിട്ടുള്ളത്. ഉപ്പ മദ്യപാനിയാണ്. ചെറുപ്പം മുതൽ തന്നെ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. മദ്യപാനികൾ സാധാരണ ഉണ്ടാക്കുന്ന അലമ്പ് പ്രശ്നങ്ങളൊന്നും ഉപ്പ ഉണ്ടാക്കാറില്ല. പക്ഷേ പണം കയ്യിൽ നിൽക്കാറില്ല. ധാരാളം കടമുണ്ട്, ചീട്ടുകളി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്നേഹത്തിലും എല്ലാ രീതിയിലും പറഞ്ഞു, ഒന്നും നടക്കുന്നില്ല. സ്വാഭാവികമായി ഉപ്പയോട് മാനസികമായി അകൽച്ച വന്നു. ഞാൻ അല്പകാലം ഉപ്പയോട് മിണ്ടാതിരുന്നാലോ എന്ന് ആലോചിക്കുന്നു. ഉപ്പ മാറാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ ഉദ്ദേശ്യമില്ല. അതിനുവേണ്ടി സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? ഇതിനെതിരെ മകനായ ഞാൻ എങ്ങനെ പ്രതികരിക്കും? എന്നെക്കൊണ്ട് കഴിയും വിധം ഒക്കെ ഞാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഉപ്പയാണല്ലോ, ഒരു പരിധിയുണ്ട്, ആര് പറഞ്ഞാലും കേൾക്കില്ല. കുറേ കാലം ഇനി മിണ്ടാതിരുന്നാൽ ഞങ്ങളൊന്നൊക്കെ അകന്നുപോയി എന്നൊരു ഇതുണ്ടായിക്കഴിഞ്ഞാൽ അത് ഗുണമാകുമെന്ന് പ്രതീക്ഷയുണ്ട്. ഞാൻ മിണ്ടാതിരുന്നാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? മാതാപിതാക്കളുമായി നല്ല നിലയിൽ വർത്തിക്കണം എന്നാണല്ലോ. ആ ഒരു പറഞ്ഞതിൽ നിന്ന് ഞാൻ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവുമോ? എന്ത് ചെയ്യണം? ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം ഒരു മുസ്ലിമായ ഒരു വ്യക്തി മദ്യപാനിയാവുക എന്ന് പറഞ്ഞാൽ ഇത് വിശുദ്ധ ഖുർആൻ യാതൊരു ശങ്കയ്ക്കും ഇടമില്ലാത്ത വിധം നിഷിദ്ധമാക്കിയിട്ടുള്ളൊരു പ്രവൃത്തിയാണ് മദ്യപാനം. അതിലിപ്പോൾ ചൂതാട്ടം കൂടി ഉണ്ട് പറയുമ്പോൾ ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം എന്ന് പറയുന്നത് ശരിക്കും പ്രത്യക്ഷമായി ഹറാമായ രണ്ട് കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുന്നത് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നത് മതപരമായി തെറ്റ് എന്നതോടൊപ്പം തന്നെ മദ്യപാനം എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ദോഷകരമായൊരു കാര്യമല്ലേ. ഇപ്പോൾ ഇസ്ലാമിൽ തന്നെ നമ്മൾ കാണാൻ പറ്റും, മദ്യം നിരോധിക്കുന്നതിന് മുമ്പും മുസ്ലിം ആകാത്ത തന്നെ ആളുകൾ മദ്യത്തിൻ്റെ കെടുതി ആലോചിച്ച് മദ്യം ഉപേക്ഷിച്ചിരുന്നു ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ് മദ്യം ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് ചരിത്രം. മാത്രമല്ല മദ്യപിക്കുന്ന ആളുകൾ അദ്ദേഹം ഉപദേശിച്ചിരുന്നു എന്നാണ്. ഉസ്മാൻ ബിൻ മദൂർ റളിയല്ലാഹു പറ്റി പറയുന്നത്, അദ്ദേഹം എൻ്റെ ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഈ പാനീയം എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ മുസ്ലിം ആകുന്നതിന് മുമ്പാണ്. അപ്പോൾ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഏതായാലും പറ്റൂല. അല്ലെങ്കിൽ തന്നെ മദ്യം നിശ്ചിതമായിട്ടുള്ള അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്രയും അതിനൊരു ഗൗരവമുണ്ട് എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യണം? അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം, നമുക്കും ബോധ്യപ്പെടണം. പിന്നെ ഒരു മദ്യപാനിയായ ഒരു പിതാവിനോട് എന്ത് സമീപനങ്ങൾ സ്വീകരിക്കണം? ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യങ്ങളാണ്. അതിൽ ഒന്നുള്ളത്, ഏതൊരു തെറ്റ് ചെയ്യുന്ന ആളോടും നമ്മൾ വളരെ സ്നേഹത്തോടു കൂടെ ഉപദേശിക്കുക എന്നുള്ളതാണ്. അപ്പം അതിപ്പോൾ അവർ നടത്തുന്നതാണ് സ്നേഹത്തോട് അപ്പോൾ സ്നേഹത്തോട് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ അദ്ദേഹത്തിന് നമ്മുടെ ഒരു ഉപദേശം മനസ്സിൽ തട്ടുന്നത് അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചിട്ട് പറയണം. മദ്യപിച്ച് വരുമ്പോൾ അയാളെ ചീത്ത പറയണത് നല്ല ഉപദേശങ്ങളാണ്, അത് പറയണം. അതേപോലെ തന്നെ ഇദ്ദേഹത്തെ ഒരു പിതാവ് എന്ന നിലക്ക് പരമാവധി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അദ്ദേഹത്തോട് സൗമ്യത കാണിച്ച് അദ്ദേഹത്തെ എന്ത് ചെയ്യണം? നമ്മുടെ പെരുമാറ്റങ്ങളുടെ കീഴ്പ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം? സ്നേഹം കൊടുത്തിട്ട് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോഴും ആളുകൾ മാറാം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഇവർ വിട്ടു നിൽക്കുക എന്നുള്ളത്, ഇയാൾ മദ്യപിച്ചു എന്നറിഞ്ഞാൽ തീർച്ചയായും അവർക്ക് വിട്ടു നിൽക്കാം. അത് പൂർണ്ണമായി പണ്ഡിതന്മാർ അനുവദിച്ചത്. എന്തുകൊണ്ട്? ഈ മദ്യപാനിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നിർഭയത്വം വരാനും അതേപോലെ തന്നെ ഒരു മദ്യപാനം നടത്തുന്ന ഒരാളുമായുള്ള സഹവാസത്തിലൂടെ നമ്മളെന്താണ് ഒരു തെറ്റിന് അനുകൂലമായി നിൽക്കുക എന്ന ഒരവസ്ഥ ഇല്ലാതാവാനും മദ്യപിച്ചു എന്നറിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നതിന് ഒരു വിരോധമല്ല. മനസ്സിലായി? അത് അദ്ദേഹത്തെ മാറ്റി നിർത്താം, അദ്ദേഹത്തിന് മാറി നിൽക്കാം. അദ്ദേഹത്തോട് പറയാം, നിങ്ങൾ മദ്യപിച്ചു വന്നാൽ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്ന് പറയുന്നതിന് ഒരു പ്രശ്നമില്ല. പിന്നെ അദ്ദേഹത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നുള്ളത് എന്തായാലും ഒരു പിതാവ് എന്ന നിലക്ക് പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മളുണ്ടല്ലോ ഒരു കൈ കൊണ്ട് തടയുക, നാവ് കൊണ്ട് തടയുക, പിന്നെ മനസ്സുകൊണ്ട് വെറുക്കുക എന്നല്ലോ. ആ മനസ്സുകൊണ്ടുള്ളൊരകലം, ഞാനിങ്ങനെ മദ്യപിക്കുന്നത് കൊണ്ട് എന്തില്ല, എന്നോട് ഒരു ഇഷ്ടക്കുറവ് ഇവർക്കൊക്കെ വരുന്നുണ്ട് എന്ന ഒരു വിചാരം അദ്ദേഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരകലം പാലിക്കലൊന്നും തെറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തുള്ള കടമകളൊക്കെ നിർവഹിച്ചു കൊടുത്ത് ഈ സ്വഭാവമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്ര വലിയൊരു ബന്ധം സാധ്യമല്ല എന്ന് തോന്നിപ്പിക്കാവുന്ന ഒരകലമൊക്കെ പാലിക്കാൻ സാധിക്കും. പിന്നെ പണ്ഡിതന്മാരോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് പറ്റുമല്ലോ, ഏതൊരു മനസ്സുകളെയും മാറ്റാൻ അള്ളാഹുവിന് കഴിയും. പിന്നെ മറ്റൊരു പരിഹാരമായിട്ട് ഒരു പറയണത്, ഇപ്പോൾ ഇസ്ലാമിക നാടുകളിലൊക്കെ ആണെങ്കിൽ അവിടെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്താൽ ഒരാൾ മദ്യപിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു പരിഹാരം അവിടുത്തെ ഇസ്ലാമിക ഗവൺമെൻറ് ഉണ്ടാക്കും സ്വാഭാവികമായിട്ട് ഇത് പരിഹരിക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാം, മദ്യപാനത്തിൽ നിന്ന് അദ്ദേഹത്തെ ബലത്തോടു കൂടെ തന്നെ മാറ്റാൻ പറ്റുന്ന
ഡി അഡിക്ഷൻ സെൻ്ററുകളും സംവിധാനങ്ങളുണ്ട്. അതുപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ മാനസികമായി മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതിനും വിരോധമില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വീട്ടിൽ മദ്യപിച്ചതിൻ്റെ പേരിൽ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാക്കാത്ത ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം ഡി അഡിക്ഷൻ സെൻ്ററിലേക്കൊക്കെ വരാനോ അല്ലെങ്കിൽ നിർബന്ധിച്ചാൽ സമ്മതിക്കാനോ ഒക്കെ സാധ്യതയുള്ള ആളായിരിക്കും. അള്ളാഹു തആല കുടുംബത്തിന് എളുപ്പം നൽകട്ടെ.